ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് പെയ്തു കൊടുക്കുന്ന മഴയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നൊരു വലിയൊരു മാവുണ്ടായിരുന്നു. അത് ആകെ കടപുഴകി വീണ് പോസ്റ്റിൽ തട്ടി ലൈനിൽ തട്ടി ആകെ ക്രാഷായി, പോസ്റ്റൊക്കെ പൊട്ടി മറിഞ്ഞ് നാശകോശമായി. രാത്രി പോയതാണ് കറണ്ട്. ഇത്ര നേരമായിട്ടും കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ KSEBക്കാർ രാവിലെ മുതലേ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഇടയ്ക്ക് നമുക്ക് മനസ്സിലാകുന്നത് KSEBക്കാരുടെ കഷ്ടപ്പാടുകളും ജോലിയും. നിങ്ങൾ കാണുന്നുണ്ടാകും, നല്ല മഴയാണ്. ഇത്രയും നല്ല മഴയത്ത് പോലും അവർ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങൾ നമുക്ക് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർത്താതെ പെയ്യുന്ന മഴയാണ്. ആ മഴയത്ത് പോലും അവർ കർമ്മനിരതമായിട്ട് തന്നെ കൃത്യമായി തന്നെ അവരുടെ ജോലിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു തെങ്ങുണ്ട്, വീഴാനായിട്ട് നിൽക്കുന്നതാണ്. അതുകൂടെ ഇപ്പോൾ മുറിച്ച് മാറ്റേണ്ടിയിട്ട് പറഞ്ഞിട്ട് അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കാണുന്ന ആ ചെരിഞ്ഞ് നിൽക്കുന്ന തെങ്ങ് അതിപ്പോൾ മുറിക്കും. അത് മുറിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത മഴയ്ക്ക് വീണ്ടും ഇതേ ലൈൻ തന്നെ ഒന്നും കൂടി വന്ന് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയാകുമായിരുന്നു. അതുകൊണ്ട് മുൻകൂടി വന്ന് അത് മുറിച്ച് മാറ്റിയതാണ്. നല്ല രീതിയിൽ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ലൈന് മൊത്തത്തിൽ പൊട്ടി താഴെ വീണിട്ട് ഇപ്പോൾ 2 പോസ്റ്റ് മാറ്റേണ്ട അവസ്ഥയിലായിട്ട് വന്നിട്ടുണ്ട്. KSEBക്കാർ നല്ല കഷ്ടപ്പാടിലാണ്. നമ്മൾ പലരും കറണ്ട് പോയി കഴിഞ്ഞാൽ KSEBയിൽ കുറ്റം പറയാൻ വിളിക്കാനൊക്കെ മുൻകൈ എടുക്കുന്ന ആൾക്കാരാണ്. കറണ്ട് ഉണ്ടാകാറില്ല, KSEBക്കാർ വിളിച്ച് ചീത്ത വിളിക്കാനും ഒക്കെ നിൽക്കുന്നതാണ്. പക്ഷേ ഇതിന് പുറകിലുള്ള കഷ്ടപ്പാടുകൾ നമ്മളാരും ശ്രദ്ധിക്കാത്ത പോലത്തെ ഒരു കാര്യമാണ്. ആ കാണുന്ന മാവാണ് മുറിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മൊത്തം ബ്ലോക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരു ഭാഗമൊക്കെ മാറ്റി, ഇപ്പോൾ ബാക്കിയുള്ളത് ഇന്നിപ്പോൾ വെളിച്ചം വന്ന സമയത്ത് മൊത്തത്തിൽ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊട്ടിയ പോസ്റ്റിനെ വണ്ടി വെച്ച് വലിച്ച് അത് പൊരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും, ആ പിക്കപ്പ് വാനിൽ കെട്ടി വലിക്കുകയാണ് ആ പോസ്റ്റ് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട്. മഴ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തും അവർ അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് 2 സൈഡും ബ്ലോക്ക് ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം ലൈൻ കമ്പികളൊക്കെ റോഡിലാണുള്ളത്. അപ്പോൾ അതുവഴിയുള്ള ഗതാഗതം എന്നാലും നടക്കില്ല. അതുകൊണ്ട് തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിട്ടാണുള്ളത്. ഇപ്പോൾ കാണുന്നത് ആ പോസ്റ്റിൻ്റെ അടിഭാഗം ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടാണ്. കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷേ നല്ല കഷ്ടപ്പാടുണ്ട്. അവർ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് അതൊക്കെ മാറ്റി പുതിയ പോസ്റ്റ് വെക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കാരൊക്കെ കെട്ടി ലോക്ക് ചെയ്ത് പൊന്തിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓൾറെഡി ആ ഒരു കുഴി നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പുതിയ പോസ്റ്റ് വെക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ 2 സൈഡിൽ നിന്നും അത് പൊന്തിച്ച് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഏകദേശം 1 മീറ്ററോളം മണ്ണിനടിയിലേക്ക് ആഴത്തിൽ ആണ് പോസ്റ്റ് കുഴിച്ചിട്ടുള്ളത്. അത്രയും ഭാഗം പൊരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു പോസ്റ്റ് അവിടെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ആ വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കുക, പിക്കപ്പിൽ നിന്ന് ഇറക്കിയിട്ട് ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ആ പിക്കപ്പ് പുറകോട്ട് എടുത്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഉയർത്തുന്നത്. അതൊക്കെ ഒരുപാട് മാറ്റം പറഞ്ഞിട്ട്, പണ്ടൊക്കെ കാര് കെട്ടി വലിച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉയർത്തി റെഡിയാക്കുന്നുണ്ട്. എന്നാലും അതൊരു കഷ്ടപ്പാട് തന്നെയാണ്. രാവിലെ മുതലേ തുടങ്ങിയ ജോലിയിലാണ് അവർ. മഴക്കാണെങ്കിൽ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇപ്പോൾ മൊത്തം പണിയും കഴിഞ്ഞ് അവർ എല്ലാം റെഡിയാക്കി ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പം മരങ്ങളൊക്കെ മുറിച്ച് ലെവലാക്കി ലൈനൊക്കെ കൃത്യമായി കെട്ടി ഇപ്പോൾ നമുക്ക് കറണ്ട് വന്ന് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ KSEBയിൽ ഇനി വന്ന് കറണ്ടില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് ചീത്ത വിളിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഓരോ സമയം കറണ്ടിന് വേണ്ടി അവർക്ക് ചെയ്യുന്നുള്ളത്. ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ മാറ്റിയ മെയിൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു പോസ്റ്റ് ഇതാ കാണുന്നത്, ദൂരെ കാണുന്ന ഒരു പുതിയ പോസ്റ്റ് കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ മാറ്റി ഉടൻ തന്നെ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ബൈ.